പ്രേംലാല്, ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത്. ബോണ്ടി ബീച്ചിൽ നടന്ന കൂട്ടക്കൊലയിൽ അക്രമികൾ ആയുധ പരിശീലനം നടത്തിയതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുപോലെ കൂട്ടക്കൊല നടത്തിയ പിതാവും പുത്രനും വീഡിയോ ചിത്രീകരിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? തുഫയിലെ കഴിഞ്ഞ 14-ാം തീയതിയാണ് ഓസ്ട്രേലിയയിലെ ബോണ്ടി എന്ന് പറയുന്ന സിഡ്നിയിലെ ബോണ്ടി ബീച്ചില് ഈ കൂട്ടക്കൊല നടന്നത്. 15 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അവിടെ ഹനൂക്ക എന്ന് പറയുന്ന ഈ ജൂതമത വിശ്വാസികളുടെ ഒരു 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുണ്ട്. അപ്പൊ അതിനു വേണ്ടി അവിടെ ഒരു പാർക്കിൽ, ഈ ബീച്ചിലെ ഒരു ചെറിയ പാർക്കുണ്ട്, അവിടെ സംഗമിച്ചവർക്ക് നേരെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. ഈ അക്രമം നടക്കുന്ന സമയത്ത് ആ ബീച്ചിൽ 1000-ലധികം ആൾക്കാർ ഉണ്ടായിരുന്നു. അവരൊക്കെ ചിതറി ഓടുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇവിടെ പുതിയ ചില വെളിപ്പെടുത്തലുകൾ, തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ഇതില് ഈ അക്രമത്തിൽ പങ്കെടുത്ത 2 പേർ, അതൊന്ന് സാജിദ് അക്രം എന്ന് പറയുന്ന ഒരു 50 വയസ്സുകാരൻ, പിന്നെ അദ്ദേഹത്തിന്റെ പുത്രൻ നവേദ് അക്രം എന്ന് പറയുന്ന ഒരു 24 വയസ്സുകാരൻ. അപ്പൊ ഇവര് 2 പേരും ഈ കൊലപാതകം, ഈ കൂട്ടക്കൊലപാതകം നടപ്പിലാക്കുന്നതിന് മുൻപ് വലിയ രീതിയിൽ ആയുധ പരിശീലനം നടത്തി എന്നുള്ളതാണ് വിവരം. അത് നടന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന നഗരത്തിന്റെ ഒരു ഒഴിഞ്ഞ മേഖലയില് ഇവര് ഈ കൂട്ടക്കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്കുകൾ ഉപയോഗിച്ച് ആയുധ പരിശീലനം നടത്തുന്ന ചിത്രങ്ങൾ ഇവർ തന്നെ എടുത്ത് സൂക്ഷിച്ചത് ഇപ്പോ അന്വേഷണ സംഘം പുറത്തു വിട്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഇവര് ഈ ബീച്ചിലേക്ക് വന്ന ഒരു കാറുണ്ട്. അപ്പൊ ആ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ഫോടക വസ്തുക്കൾ കാറിൽ നിന്ന് കണ്ടെത്തിയത് കൂടാതെ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇവർ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞു. പക്ഷെ ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. 3 പൈപ്പ് ബോംബുകളും ഒരു ടെന്നീസ് ബോൾ ബോംബുമാണ് എറിഞ്ഞത്. പക്ഷെ അത് പൊട്ടിയില്ല എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇത് മാത്രമല്ല, ഇവര് ഈ കൂട്ടക്കൊലപാതകം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവര് 2 പേരും ചേർന്ന്, ഈ പിതാവും ഈ പുത്രനും ചേർന്ന് ഒരു വീഡിയോ ചിത്രീകരിച്ചു. ആ വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തില് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പതാകയും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവര് പറയുന്നത് ഈ സയണിസ്റ്റ്, അതായത് നമ്മുടെ ജൂതമത വിശ്വാസികളെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുക. അപ്പൊ ഈ സയണിസ്റ്റുകളെ, അല്ലെങ്കിൽ ഈ പലസ്തീൻ വേട്ട നടത്തുന്നവരെ, ജൂത മതവിശ്വാസികളായിട്ടുള്ളവരെ വിശേഷിപ്പിക്കുന്നവരെയാണ് ഈ സയണിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ സയണിസ്റ്റുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് അവര് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോ ഇത് ഈ IS-ന്റെ പതാകയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവർ പറയുന്നത്. പിന്നെ എന്താണ് ഇവരെ ഈ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യവും ഇവര് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ 2 പേരും അവരുടെ മതപരമായതും രാഷ്ട്രീയപരമായതുമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ കൂട്ടക്കൊലപാതകം അവരെ മുൻകൂട്ടി ദീർഘകാലം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിനുള്ള തെളിവായിട്ടാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇത് കൂടാതെ ഈ ബോണ്ടി കടപ്പുറത്ത് ഇവർ നേരത്തെ തന്നെ രാത്രി കാലങ്ങളിൽ വന്ന് സ്ഥലപരിശോധന നടത്തി കാര്യങ്ങളൊക്കെ നോക്കി ഉറപ്പിച്ചതിന് ശേഷമാണ് ഇവർ ഈ അക്രമത്തിന് മുതിർന്നത് എന്നുള്ളതാണ് വിവരം. ഇപ്പൊ ഏതായാലും ഈ നവേദ് അക്രം എന്ന് പറയുന്ന ഈ അക്രമി, ഇദ്ദേഹത്തിന്റെ പിതാവ് സാജിദ് അക്രമിനെ പോലീസ് അവിടെ നടന്ന എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നിരുന്നു. ഈ നവേദ് അക്രം അദ്ദേഹത്തിന് വെടിയേറ്റെങ്കിലും ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലായിരുന്നു. ഇപ്പൊ നിലവില് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് മുക്തനായിട്ടുണ്ട്. നേരെ ജയിലിലേക്കാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. ഈ നവേദ് അക്രമിനെതിരെ 59 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ 15 പേരുടെ കൊലപാതക കുറ്റം ഇദ്ദേഹത്തിൽ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ 40 പേരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച കുറ്റവും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. പിന്നെ ഭീകരവാദ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലുള്ള വകുപ്പുകളും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത, അതിലേക്കാണ് ഇനി അന്വേഷണം പോകേണ്ടത്. ഏതായാലും നേരത്തെ തന്നെ കോടതി പ്രാഥമികമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ഇപ്പോ വീഡിയോ കോൺഫറൻസ് വഴി വീണ്ടും കോടതി ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി വിചാരണ നടപടികളിലേക്ക് കടക്കാതെ വരുന്ന ഏപ്രിലോടുകൂടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അപ്പൊ അതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ തേടുകയായിരിക്കും പോലീസ് ചെയ്യുക. ഏതായാലും നിലവില് ഈ സംഭവത്തിന് ശേഷം ഓസ്ട്രേലിയയില് വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ഭരണകൂടം, ആന്റണി അൽബനീസ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഭരണകൂടം കടുത്ത വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഭരണകൂടം വലിയ പരാജയമായി. കുടിയേറ്റ നിയന്ത്രണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഭരണകൂടം പരാജയമായി എന്നുള്ളതാണ് വാദം.
ഇപ്പോ അനിയന്ത്രിതമായി തോക്ക് ലൈസൻസ് കൊടുത്തതിന്റെ പേരിലും ഈ ഭരണകൂടം വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട്. ഏതായാലും ആന്റണി അൽബനീസ് ഇപ്പോൾ പറയുന്നത് ഈ കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന ഈ ഇരകളായ ആൾക്കാരോട് ഐക്യപ്പെടുക, ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക, അതോടൊപ്പം ഈ തോക്ക് നിയമങ്ങൾ കർക്കശമാക്കാനും ഓസ്ട്രേലിയൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ആശ്വാസകരമായ ഒരു സംഗതി കൂടി പറയാം. ഈ കൂട്ടക്കൊലപാതകം നടക്കുന്നതിന്റെ സമയത്ത് അവിടെ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു 43 വയസ്സുകാരൻ, അദ്ദേഹം ഈ അക്രമകാരികളിൽ ഒരാളുടെ തോക്ക് പിടിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോ ഒരാളുടെ തോക്ക് പിടിച്ചു വാങ്ങി അദ്ദേഹത്തെ തോക്കിന് മുമ്പിൽ നിർത്തുമ്പോൾ തന്നെ ഈ അഹമ്മദ് അൽ അഹമ്മദിനെ രണ്ടാമത്തെ അക്രമിയിൽ നിന്ന് വെടിയേറ്റിരുന്നു. അപ്പോ ഇദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുന്നതിനും ഇദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് ഒരു പാരിതോഷികം നൽകുന്നതിനും വേണ്ടിയിട്ട് ലോകവ്യാപകമായി ഒരു ധനശേഖരണം നടന്നിരുന്നു. അപ്പൊ അതില് 43,000-ഓളം പേരാണ് ആ ഒരു ധനസമാഹരണത്തിൽ പങ്കെടുത്തത്. അങ്ങനെ സമാഹരിച്ച ഇന്ത്യൻ രൂപ 14.84 കോടി രൂപ ഇദ്ദേഹത്തിന് വേണ്ടി സമാഹരിച്ചു. അത് എല്ലാവരും കൂടി ചേർന്ന് ഇദ്ദേഹത്തിന്റെ ആശുപത്രി കിടക്കയിലെത്തി കൈമാറിയിട്ടുമുണ്ട്. ഏതായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ച് കഴിഞ്ഞ 36 വർഷത്തിന് ശേഷം നടന്ന ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു സംഭവമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. അപ്പൊ ഇത് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സിഡ്നിയിലും മെൽബൺ പോലെയുള്ള നഗരങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വിവരം. പ്രത്യേകിച്ചും അവിടെ ഇപ്പോ സിഡ്നി എന്ന് പറയുന്ന സ്ഥലം പുതുവത്സര ആഘോഷങ്ങൾക്ക് വളരെ പേരുകേട്ടതാണ്. അപ്പൊ അവിടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന തരത്തിലാണ് ഈ ഉണ്ടായ അക്രമ സംഭവങ്ങൾ. കനത്ത പോലീസ് കാവലിലാണ് ഇപ്പൊ അവിടെ ആൾക്കൂട്ട പരിപാടികളൊക്കെ നടക്കുന്നത് പോലും. ഒരു പക്ഷേ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ഇപ്പോ പാരീസിലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളൊക്കെ റദ്ദാക്കിയ സുരക്ഷാ ഭീഷണിയുടെ സാഹചര്യത്തിൽ റദ്ദാക്കിയ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. സമാനമായ കാര്യങ്ങളിലേക്ക് ഓസ്ട്രേലിയൻ ഭരണകൂടവും കടക്കും എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.